അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാക്കുന്നതാണ് ഫിഷറീസ്. ഫിഷറീസിൻ്റെ സാധ്യത ഏറ്റവും ലീസ്റ്റ് ഉപയോഗിച്ച ഒരു റീജിയൻ ആയിരിക്കാം ഒരുപക്ഷെ കേരളം. ഈ കടലിൽ നിന്ന് പിടിക്കപ്പെടുന്ന ഫിഷറീസ് എന്നുള്ളത് ഏറ്റവും വലിയ റിസോഴ്സാണ്. കാരണം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്കൊരു പുതിയ അഡീഷൻ ടു ദ GDP ആണ്. കാരണം 600 കിലോമീറ്റേഴ്സ് ഓഫ് കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു സ്റ്റേറ്റ്, അതോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ ഏരിയയിലും കടലുണ്ട്. വളരെ ലിമിറ്റഡായ 1-2 ജില്ലകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കടലുണ്ട്. കാരണം നമ്മളിപ്പോൾ വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഫിഷറീസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോലെ ലഭിക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കോസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ അതിനെ വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റുകളാക്കുന്നില്ല. അപ്പോൾ അത് വാല്യൂ ആയിട്ട് പ്രൊഡക്റ്റുകളാക്കാതിരിക്കുമ്പോൾ ഇത് മുഴുവനും ഇവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്ന സാധനങ്ങൾ മാത്രം ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നു. ബാക്കി ഉടനെ തന്നെ മറ്റു മാർക്കറ്റിലേക്ക് സെല് ചെയ്യപ്പെടുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഉണ്ടാക്കേണ്ട ബൈ പ്രൊഡക്ട്സുകളോ അതിന് ഉണ്ടാക്കേണ്ട ഹെൽത്ത് പ്രൊഡക്ട്സുകളോ അതിന് നെക്സ്റ്റ് ലെവലുള്ള പ്രോസസ്സിങ്സോ ഇവിടെ വേണ്ട രീതിയിൽ അത് ഫ്രോസൺ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റികളോ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇത്രയും 600 കിലോമീറ്റേഴ്സ് സ്വന്തമായിട്ട് കോസ്റ്റൽ അസറ്റ് ഉള്ളൊരു സ്ഥലത്ത് ഫിഷിൻ്റെ പ്രൈസിങ്ങിന് ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് വരുന്നുണ്ട്. അത് സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കംപ്ലൈൻ്റ് ആണത്. അത് ഞാൻ പറഞ്ഞു നേരത്തെ, വെജിറ്റബിൾ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോൾട്രി അതേപോലെ തന്നെ മീറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റികൾ. കാരണം ഇനി വരാനിരിക്കുന്ന നമ്മൾ പ്രൊജക്റ്റുകളെ കുറിച്ച് ചിന്തിക്കുമ്പം ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോപ്പുലേഷൻ എത്ര വളരും, അവിടെയുള്ള ആളുകളുടെ റിക്വയർമെൻറ്റ് എത്രയായിരിക്കും, അവരുടെ ന്യൂജൻ റിക്വയർമെൻറ്റുകൾ എത്രയായിരിക്കും. അപ്പോൾ മുമ്പ് ആളുകൾ മീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം മിക്ക പ്രൊഡക്ട്സുകൾക്കും ആളുകൾ ഉപയോഗിക്കുന്ന നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാഫേ ലെവൽ ഡൈനിങ് ഫെസിലിറ്റികൾ കൂടുന്നു. ഇവരുടെയൊക്കെ റിക്വയർമെൻറ്റ് മിക്കതും ഫ്രോസണാണ്. ഈ ഫ്രോസൺ പ്രോസസ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇൻറ്റേർണലി ഇല്ലാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രോസൺസാണ് നമ്മളെ നാട്ടിലെത്തുന്നത്. അതേ സിമിലറായ സാധനം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം ഇതിലൊരു ലോങ് വിഷൻ ഡ്രൈവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ടോട്ടൽ ടൗൺ പ്ലാനിങ്ങിൽ ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രോബ്ലമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഓൾറെഡി മുമ്പ് ചെയ്തത്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പാളയമാണെങ്കിലും ശരി, നമ്മുടെ വലിയങ്ങാടി ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് ആണെങ്കിലും ശരി, ഇതെല്ലാം ഒരു ചെയിനായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ പല ഇൻഗ്രീഡിയൻസും പരസ്പരം കോമൺലി ഷെയർഡ് ആണ് ഇതിൻ്റെ റിസോഴ്സുകൾ. ഇത് ഓരോന്നിൻ്റെയും സെപ്പറേറ്റായി പോകുന്ന സമയത്ത് ഇതിനനുസരിച്ച് സെപ്പറേറ്റ് റിസോഴ്സുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ പലപ്പോഴും അത് കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനി വരുന്നത് ക്വിക്ക് കൊമേഴ്സിൻ്റെയും സമയമാണ്, മിനിറ്റ് ബേസ്ഡ് ഡെലിവറി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലഗ് എല്ലാം ഇതിനും ഈ ഒരു പ്രോസസ്സ് പുതുതായിട്ട് വരുന്ന കൊമേഴ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, അതിനോട് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന് വിഷനാണ് വേണ്ടത്. ഈ വിഷൻ ചെയ്യുന്നതിൽ ഗ്ലോബലി ഇതുപോലത്തെ സംഗതികൾ നമ്മളിപ്പോൾ എല്ലാ ആളുകളും പോകുന്ന സ്ഥലമാണ് ദുബായിൽ പഴയ ഫിഷ് മാർക്കറ്റ് നമുക്കറിയാം. അത് തന്നെ ഇപ്പോഴുള്ള നമ്മുടെ നാട്ടിലെ എല്ലാത്തിനേക്കാളും നല്ല ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി 24 hours അവരവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ആളുകൾ ഒരു ടൂറിസ്റ്റ് എക്സ്പ്ലോറേഷൻ പോലെ ദുബായ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളെ നാട്ടിലെ മാർക്കറ്റുകളിൽ അങ്ങനെ ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല? കാരണം ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ല പോകുന്നത്, ഭക്ഷണം കിട്ടാനല്ല പോകുന്നത്, ഭക്ഷണം എക്സ്പീരിയൻസ് ചെയ്യാൻ, ആ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ്. ഇതേപോലെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ എക്സ്പീരിയൻസ് ഉള്ള ഷോപ്പിങ്ങിൽ ഹോൾസെയിലും റീറ്റെയിലും കണക്റ്റഡ് ആണ്. ഉദാഹരണത്തിന് ഹോൾസെയിൽ മാർക്കറ്റിനെ കണക്ട് ചെയ്ത് റീറ്റെയിൽ മാർക്കറ്റും ഉണ്ടാവും. ഇതിൽ ആളുകൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഫ്രഷായ സാധനങ്ങൾ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫെസിലിറ്റിയിലേക്ക് പോകാനും അവിടെ പോയിട്ട് അതിനെ ആസ്വദിച്ച് പർച്ചേസ് ചെയ്യാനും അതിനെ ക്വാളിറ്റി മെഷർ ചെയ്തിട്ട് എടുക്കാനൊക്കെ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ലോക്കൽ ഉള്ള ബിസിനസ്സുകൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള അഡിഷനാണ്. അപ്പോൾ ദുബായിൽ പോകുന്ന സമയത്ത് ആൾക്കാർ പല ആളുകളും വീക്ക്ലി വൺസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഷാർജയിലാണെങ്കിലും ശരി, ദുബായിലാണെങ്കിലും ശരി, അവിടുത്തെ കൺസേൺഡ് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അതിന് അവിടുത്തെ ആളുകൾ ആ വിഷയം ചിന്തിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഫ്രോസൺ മാർക്കറ്റ് പാരലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്രഷ് മാർക്കറ്റും അതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇപ്പം
അത് ട്രാൻസ്പോർട്ട് പോലെ തന്നെ പാർക്കിംഗ്, കസ്റ്റമർ ഫ്രണ്ട്ലി ആയ സർവീസുകൾ, അഡീഷണലുള്ള ക്ലീനിങ് ആൻഡ് ഫെസിലിറ്റികൾ, ഇതെല്ലാം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ അതിലേക്ക് വരും. ഇപ്പോൾ ആളുകൾക്ക് ഇതൊരു ഒരു പ്ലേസ് ഓഫ് ഫിയറാണ്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും വലിയ പിന്നെ പാർക്കിംഗ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടുത്തെ മൊത്തം ഹൈജീൻ കണ്ടീഷൻസ്, എല്ലാം സാനിറ്റേഷൻ ഫെസിലിറ്റികൾ, പിന്നെ ബാഡ് സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇനിയൊരു ഫെസിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇൻട്രാക്റ്റീവായ ഫെസിലിറ്റി ആണെങ്കിൽ, സ്മാർട്ടായ ഫെസിലിറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ IT മാത്രമാണ് ലോകമെന്ന് വിചാരിക്കരുത്. IT എപ്പോഴും ബേസിക്കായ മാർക്കറ്റുകൾ റിച്ച് ആണെങ്കിലും, അത് ഫ്ലേവർഫുൾ ആണെങ്കിലും, അത് പിന്നെ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും അതിൻ്റെ സപ്പോർട്ടോട് കൂടെയാണ് IT ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ IT മാത്രം ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ പോകുന്ന സാധനമല്ല. കാരണം നല്ല ഫുഡും നല്ല എൻവയോൺമെൻറ്റും അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്തും ITക്ക് കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റില്ല. ആളുകൾ അവിടെ സ്ഥലമിട്ടേച്ച് പോകും. കാരണം ഹെൽത്ത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. നല്ല ഫുഡിൻ്റെ പേരിലും നല്ല ആംബിയൻസിൻ്റെ പേരിലും ഹോസ്പിറ്റാലിറ്റീൻ്റെ പേരിലുള്ള കാലിക്കറ്റും അറിയപ്പെടുന്ന കാലിക്കറ്റും അതേപോലെ തന്നെ കൊച്ചി പോലത്തെ നഗരങ്ങളിലും ഇനി ഉണ്ടാക്കുന്ന പ്ലാനുകൾ വിശാലമായ അർത്ഥത്തിൽ ഇൻട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ ഹോൾസെയിലും റീറ്റെയിലും അതേപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റികൾ, ലോജിസ്റ്റിക്സ് ഫെസിലിറ്റികൾ, ഹബ്ബുകൾ, അഡീഷണൽ പിന്നെ ലോജിസ്റ്റിക്സ് ഫെസിലിറ്റികൾ, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു പ്ലാനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ബെനിഫിഷ്യറി ആയിട്ട് ഈ സൊസൈറ്റിയിൽ എല്ലാ ആളുകൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത, എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു പിന്നെ അഗ്രികൾച്ചറിൻ്റെ ആളുകൾ കുറേ കൂടി താല്പര്യം കാണിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്.